എല്ലാവർക്കും നമസ്കാരം. പ്രമോദ് നമ്പ്യാർസ് വ്യൂയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓൾട്ടേർഡ് കണ്ടൻറ്റിനെ കുറിച്ചാണ്. യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റാണ്. 5 മാസത്തിൽ പരമായി ഇത് ലോഞ്ച് ചെയ്തിട്ട്. സമീപകാലങ്ങളിൽ യൂട്യൂബിൽ ഇത് ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ഓൾട്ടേർഡ് കണ്ടൻറ്റ്. എന്താണ് ഓൾട്ടേർഡ് കണ്ടൻറ്റ്? രൂപാന്തരം വരുത്തിയ ഉള്ളടക്കം അഥവാ രൂപമാറ്റം വരുത്തിയ ഉള്ളടക്കം എന്നാണ് ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓൾട്ടേർഡ് കണ്ടൻറ്റ് എന്നാൽ AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന അതിനെയാണ് ഓൾട്ടേർഡ് കണ്ടൻറ്റ് എന്നറിയപ്പെടുന്നത്. ഓൾട്ടേർഡ് കണ്ടൻറ്റിൽ നമ്മൾ AI ടൂളിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ വീഡിയോകളിലാണെങ്കിൽ നമ്മൾ ഫോണോ ക്യാമറയോ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും പിന്നീട് അപ്ലോഡ് ചെയ്യുകയുമാണ് പതിവ്. എന്നാൽ യൂട്യൂബിൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയും തുടർന്ന് AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ അതിൽ മനുഷ്യരൂപങ്ങളോ അഥവാ അവരുടെ ശബ്ദമോ നമ്മൾ തന്നെ കൃത്രിമമായി ഉണ്ടാക്കി നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തുന്ന പക്ഷം അവർക്ക് തെറ്റിദ്ധാരണ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇപ്പോൾ സമീപകാലങ്ങളിൽ ചില സെലിബ്രിറ്റികളുടെ ഫേസൊക്കെ വേറെ ശരീരത്തിൽ ആഡ് ചെയ്ത് അതൊക്കെ വലിയ തെറ്റിദ്ധാരണക്കിടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വോയിസ് മോഡുലേഷനൊക്കെ മാറ്റം വരുത്തി അതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് പേപ്പേഴ്സിനും ചാനലുകളിലുമൊക്കെ അതേക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ വ്യൂവേഴ്സിന് നല്ല വീഡിയോ കിട്ടുവാൻ വേണ്ടി യൂട്യൂബ് അവതരിപ്പിച്ച ഓപ്ഷനാണ് ഓൾട്ടേർഡ് കണ്ടൻറ്റ്. AI ടൂൾ ഉപയോഗിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ആൾട്ടേർഡ് കണ്ടൻറ്റ് എന്ന ഗണത്തിൽപ്പെടുന്നതാണ് എന്ന ഇത് കാണിക്കുന്നുണ്ട്. ഇതിൽ യെസ് ഓർ നോ, ആ യെസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിൻ്റെ പ്രോസസ്സിങ്ങിൽ അതായത് അനാലിസിസ് ചെയ്യുമ്പോൾ ഇത് ഓൾട്ടേർഡ് കണ്ടൻ്റ് ആണെന്ന് കണ്ടുപിടിക്കുവാൻ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അതിനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. ആകയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് യെസ് ബട്ടൺ അമർത്തണം. ഓൾട്ടേർഡ് കണ്ടൻറ്റ് ഉപയോഗിക്കുന്നു എന്ന് വ്യൂവേഴ്സിന് മുൻകൂട്ടി സൂചന നൽകുവാൻ വേണ്ടിയാണ് ആ ഓപ്ഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ഇതിലുമായിരിക്കും ചെയ്യുക. AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ ഭാവനയിലുള്ളതായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് എന്ന് മുൻകൂട്ടി കാണിക്കുവാനാണ് ഓൾട്ടേർഡ് കണ്ടൻറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. വ്യൂവേഴ്സിന് പെട്ടെന്ന് മനസ്സിലാകുകയും അവർ അതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് കാണുകയും അതിനനുസരിച്ചിട്ട് അവർ ആ ചാനലിനെ കാണുകയും ചെയ്യും. അപ്പോൾ അവർക്ക് മനസ്സിലാകാം ഇത് നമുക്കൊരു വിവരണത്തിന് വേണ്ടി മാത്രമാണ് AI ടൂൾ ഉപയോഗിച്ച് ഇതിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് കാരണം നമ്മുടെ ചാനലിനോ വീഡിയോക്കോ പ്രശ്നം വരാനുള്ള ചാൻസും കുറവാണ്. ഓൾട്ടേർഡ് കണ്ടൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിഷയം സൂക്ഷിച്ച് ഉപയോഗിക്കണം. വിവാദമുണ്ടാക്കുന്ന വിഷയങ്ങൾ ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഉത്തരവാദിത്തം അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും. പ്രത്യേകം ഓർമ്മിക്കുക. വ്യൂവേഴ്സിനെ കൂട്ടുവാനോ മറ്റുമോ നമ്മൾ എടുത്തു ചാടുകയൊന്നും ചെയ്യാതിരിക്കുക, പ്രത്യേകം ഓർമ്മിക്കുക. യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം വയലേഷൻസ് വരികയും സ്ട്രൈക്ക് വരികയും ചാനൽ ടെർമിനേറ്റ് ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട്, ഡിലീറ്റായി തന്നെ പോകാം. അപ്പോൾ ഓൾട്ടേർഡ് കണ്ടൻറ്റ് ഒന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ റെഡിയാക്കി അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ ഈ ഓൾട്ടേർഡ് കണ്ടൻറ്റ് യെസ് ബട്ടൺ അമർത്തുക. ഓൾട്ടേർഡ് കണ്ടൻറ്റിൽ AI ടൂളൊന്നും ഉപയോഗിച്ചാൽ സാധാരണ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്നിരുന്നെങ്കിൽ നമ്മൾ നോ എന്നുള്ള ബട്ടൺ അമർത്തിയാൽ മതി. നോ എന്നുള്ള ബട്ടൺ അമർത്തുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു, അവരുടെ എല്ലാ റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നതിന് അർത്ഥം വരുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. AI ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഓൾട്ടേർഡ് കണ്ടൻറ്റിൽ യെസ് എന്ന് തന്നെ അമർത്തണം. പ്രത്യേകം തന്നെ ഓർമ്മിക്കുക. അത് നമ്മുടെ ഒരു ചെറിയ ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ പോലും AI ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസ് ചെയ്തേ മതിയാവും. അത് യെസ് എന്ന് തന്നെ കൊടുക്കണം. നമ്മൾ യെസ് എന്ന് കൊടുത്തില്ല എങ്കിൽ യൂട്യൂബിൻ്റെ അനാലിസിസിൽ അതെല്ലാം കാണുകയും ചാനൽ സ്ട്രൈക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ
ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.